നിങ്ങളെല്ലാവരും ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഞാനൊരു 7 ദിവസത്തെ നോ സോഷ്യൽ മീഡിയ ചലഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഞാനത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കള്ളം പറയരുതല്ലോ, നല്ല പാടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും പാടായിരുന്നു. പക്ഷേ ഇത് കേട്ടിട്ട് നിങ്ങൾ നെഗറ്റീവ് അടിച്ച് ഓടിപ്പോകേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം എന്നെക്കൊണ്ട് ഇത് 7 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഉറപ്പായിട്ടും പറ്റും. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി വേർത്തിട്ടാണ്. നമ്മൾ ഈ എടുക്കുന്ന പെയിനും കഷ്ടപ്പാടിനുമൊക്കെ കംപ്ലീറ്റ്ലി വേർത്താണ് ഈ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ ഏത് നേരവും ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവുക, ഓക്കെ അല്ലാത്തൊരു ഫീലിംഗ് ഇല്ലേ. നമുക്ക് ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നല്ല രീതിയിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഭയങ്കര മറവി. എനിക്ക് നോർമലി മറവിയുള്ള ഒരാളാണ്, പക്ഷേ ഈ കുറച്ച് നാളായിട്ട് ഭയങ്കര മറവിയാണ്. ഇന്നലെ നടന്ന കാര്യങ്ങൾ പോലും പെട്ടെന്ന് ഓർമ്മയില്ല, മറന്നു പോകും. അത് എന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് വേണ്ടപ്പെട്ട ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഞാൻ മറന്നുപോകും. അങ്ങനെ മറന്നുപോയി ലാസ്റ്റ് കുറേ അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിതെങ്ങനെയും മാറ്റണം എന്നുണ്ടായിരുന്നു ആക്ച്വലി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തന്നെ പിടികിട്ടിയത്. ഞാൻ കുറച്ച് നാളുകളായിട്ട് 2 സ്ക്രീൻ അറ്റ് എ ടൈം കാണുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ലാപ്ടോപ്പ് ഓണാക്കി വെക്കും, അതിലെന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് കാണും, പ്ലസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റ എടുത്തിട്ട് സ്ക്രോൾ ചെയ്യും. രണ്ടും കൂടെ ഒരുമിച്ച് അറ്റ് എ ടൈം ഞാൻ കാണുമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു സ്ക്രീൻ തന്നെ അറ്റ് എ ടൈം ഒരു ലോങ് ടൈമിലോട്ട് കണ്ടു കഴിയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ 2 സ്ക്രീൻ അറ്റ് എ ടൈമിൽ കാണുക എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ബ്രെയിൻ ഓവറായിട്ട് ഇങ്ങനെ ഇതായിട്ട് എനിക്ക് മെമ്മറി ഇഷ്യൂസസ് വരാൻ തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഒരാഴ്ചയെങ്കിലും മിനിമം ഈ ഒരു ബ്രേക്ക് എടുക്കണം, അത് അനിവാര്യമാണെന്ന് എനിക്ക് തോന്നിയത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് ആദ്യം തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ ചലഞ്ചിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് ബെനിഫിറ്റാണ് ഒരുപാട് സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നേരത്തെയൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും, ഭയങ്കര റഷാണല്ലോ, ഒന്നിനും ഒരു ടൈം കിട്ടുന്നില്ല, എല്ലാം പെട്ടെന്ന് തീരുകയാണല്ലോ, സമയം പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ. അല്ലേ, നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ? ഒന്നിനും അങ്ങ് സമയമില്ല, നമ്മൾ കണ്ണടച്ച് തുറങ്ങുമ്പോഴത്തേക്ക് രാവിലെ ആവും, രാത്രിയാവും, ഇതിങ്ങനെ ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ ഈ ഫോണൊന്ന് മാറ്റി വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് റിയലൈസ് ചെയ്യുന്നൊരു കാര്യമാണ്, ഒരിക്കലുമല്ല, സമയം നല്ല പതുക്കെയാണ് പോകുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. ഇഷ്ടംപോലെ സമയമുണ്ട്, എന്ത് വേണേ നിങ്ങൾക്ക് ചെയ്യാം, ഇഷ്ടം പോലെ സമയം കിടക്കുകയാണ്. ആ സമയത്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഫോണല്ലല്ലോ, ഇപ്പം നമുക്ക് വേറെ നമ്മളെ ഓക്കെ ആക്കുന്ന, ഹാപ്പി ആക്കണ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തും നമുക്ക് ആ സമയത്ത് ചെയ്യും. അവിടെയാണ് എൻ്റെ ഒരു സ്കില്ല് ഞാൻ കണ്ടുപിടിച്ചത്. ഈ സമയത്ത് ആണ് ഞാൻ എൻ്റെ ഒരു കല കണ്ടുപിടിച്ചത്. എനിക്കൊരു കഴിവുണ്ടെന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തത് അപ്പോഴാണ്. ഇതുവരെ എനിക്ക് ഇല്ലയെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു കഴിവായിരുന്നു അത്. ആ കഴിവെന്താണെന്ന് വെച്ചാൽ പെയിൻറ്റിങ്, ഡ്രോയിങ്, ഇത് രണ്ടും. പടം വരയ്ക്കാൻ എനിക്ക് കുഞ്ഞിലെ തൊട്ട് അറിയില്ല. ഞാൻ അതിൽ കൂടുതൽ എഫോർട്ട് ഇട്ട് പടം വരയ്ക്കാൻ പഠിച്ചിട്ടുമില്ല. അതങ്ങനെ തന്നെ വിട്ടിട്ടില്ല. എനിക്ക് ആ ഒരു സ്കില്ലില്ലെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ വിട്ട കേസാണ്. പക്ഷേ ഈ ഒരു ഫ്രീ ടൈമിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ചുമ്മാ ഇരുന്ന് വരച്ച് നോക്കിയാലോ, എങ്ങനെ ഇരിക്കും, സമയമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് പെയിൻറ്റോ അതൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഫോണിൽ തന്നെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്തിരുന്ന് ഇങ്ങനെ ഞാൻ പടം വരച്ചു. അത് വരച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ എന്തുകൊണ്ട് ഈ ഒരു കലയെ നേരത്തെ മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഒരു കഴിവുള്ള കാര്യം ഞാൻ എന്തുകൊണ്ട് റിയലൈസ് ചെയ്തില്ല എന്നുള്ളത്. നിങ്ങൾക്കും ഇതുപോലെ ഈ ഒരു ഫ്രീ ടൈമിൽ കുറേ കഴിവുകൾ നിങ്ങൾക്ക് പുറത്തോട്ട് വരും. പല കഴിവുകളും, നിങ്ങൾ ഇതുവരെ കാണാത്ത പല കഴിവുകളും നിങ്ങൾക്ക് പുറത്തോട്ട് വരും. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചൊരു കഴിവാണ് ഈ ഒരു ഡ്രോയിങ് സ്കിൽ എന്ന് പറയുന്നത്. ഞാൻ വരച്ചതിൻ്റെ കുറച്ച് പിക്ചേഴ്സ് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ പറയണം എങ്ങനെയുണ്ട് എൻ്റെ ഡ്രോയിങ്സ് എന്നുള്ളത്. ഞാൻ എന്തായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. സെക്കൻഡ് തിങ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു, പക്ഷേ അതും ഞാൻ ട്രൈ ചെയ്തു. ഞാനും അമ്മയും കൂടെ ഒരു പുഡിങ് ഉണ്ടാക്കി. അത് കുളമായി. എന്നുവെച്ചാൽ അതിൻ്റെ കൺസിസ്റ്റൻസി, ലുക്കും ഒന്നും വലിയ രസമില്ലായിരുന്നു, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെയൊക്കെ തിന്ന് തീർത്തു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബുക്ക് ഇക്കിഗായ്, ഇതിൻ്റെ കോലം കണ്ടിട്ടൊന്നും തോന്നുന്നത് തൊട്ട് തന്നെ മീശോ ചതിച്ചതാണ്. ഞാൻ ചീപ്പ് റേറ്റിൽ മേടിച്ചപ്പോൾ മീശോ എന്നെ പറ്റിച്ചു. പിന്നെ ഇതിൻ്റെ ഞാൻ അൺബോക്സ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. അപ്പോഴത്തേക്ക് ഇതിൻ്റെ എക്സ്ചേഞ്ച് പീരീഡ് കഴിഞ്ഞു പോയി. അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ ബുക്ക് ഞാൻ ഒരു മാസമായിട്ട് ഞാൻ വെച്ചോണ്ടിരിക്കുകയാണ് ഇങ്ങനെ തന്നെ. തീരത്തില്ല. എന്നുവെച്ചാൽ ഞാൻ ഭയങ്കര മടി കാണിച്ചിട്ട് ഇങ്ങനെ ലാഗടിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു ചലഞ്ച് ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്തില്ല. ഈ ഒരു ചലഞ്ച് കൊണ്ട് വേറൊരു ഉപകാരം ഉണ്ടായത്, ഈ ഒരു ബുക്ക് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തു, ഫുള്ള് വായിച്ച് തീർത്തു. അല്ലായിരുന്നെങ്കിൽ ഇതൊരു മാസം കൂടെ ഞാനിങ്ങനെ തള്ളി നീക്കിയേനെ. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ സാധാരണ ബുക്ക് റീഡ് ചെയ്യുന്നത് 2-3 മാസമൊക്കെ കൂടുമ്പോഴാണ് ഒരു ബുക്ക് വായിച്ച് തീർക്കുന്നത്. അത് ഭയങ്കര ബോറല്ലേ. അപ്പം നിങ്ങൾ ബുക്ക് റീഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നവരുണ്ട്, അല്ലെങ്കിൽ ബുക്കൊക്കെ ഒരുപാട് മേടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ തൊട്ടിട്ടില്ലെങ്കിൽ ബെസ്റ്റ് ടൈമാട്ടോ ബുക്ക് വായിച്ച് തീർക്കാൻ. പിന്നെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാൽ പോലും ഉറക്കം വരാത്ത എനിക്ക് രാവിലെ കൊട്ടുക, ഉച്ചയ്ക്ക് കൊട്ടുക, വൈകിട്ട് കൊട്ടുക, ഏത് നേരവും ഉറക്കം വരല് ഇത് തന്നെയായിരുന്നു കേട്ടോ.
എനിക്കറിയില്ല, എനിക്ക് ദേഷ്യം വരുമായിരുന്നു. ബിക്കോസ് ഞാൻ എങ്ങാനും ഇനി ഉച്ചയ്ക്കോ രാവിലെ കിടന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എനിക്കറിയാം രാത്രി ഉറക്കം പോകുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഒരവസ്ഥ. രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ ഉറക്കം പിടിച്ച് വെക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈയിടെയായിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പായിരുന്നു. വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വെച്ച് എണീക്കും. അങ്ങനെ ഒരു ഉറക്കമായിരുന്നു എൻ്റെ. ഈ ഒരു ചലഞ്ചിൽ ചത്ത പോലെ കിടന്നുറങ്ങി. നിങ്ങൾ ഓർക്കും ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി തിന്ന് തള്ളുന്നതെന്ന്. ഉള്ളതാണ് ഗൈസ്. ശരിക്കും ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങി. പണ്ട് ഞാൻ ചത്ത പോലെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അതാണ് എൻ്റെ ഒരു വേ ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കുറച്ച് നാളുകളായിട്ട് തലയ്ക്കൊക്കെ കുറച്ച് പ്രശ്നമായിരുന്നു തോന്നുന്നു. ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എണീക്കുമായിരുന്നു. അതങ്ങ് മാറിക്കിട്ടി എന്തായാലും. ഇപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അടുത്ത എൻ്റെ ഒരു ബാഡ് ഹാബിറ്റാണ് ആളുകൾ ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ ഭയങ്കര ഒരു ടോക്കറ്റീവ് പേഴ്സൺ ആയിരുന്നു. അല്ലെങ്കിൽ എല്ലാവരെയും ഫോൺ വിളിച്ചിട്ട് സോഷ്യലൈസ് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്കതിലുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയി. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ആരെയും ഫോൺ വിളിച്ചിരിക്കാനോ മിണ്ടാനോ ഒന്നും തോന്നാറില്ല. ആ ഒരു ഇൻട്രസ്റ്റ് പോയി. അപ്പോൾ ശരിക്കും വേണ്ടപ്പെട്ടവരാണ് വിളിക്കുന്നതെങ്കിൽ പോലും എനിക്ക് ഫോൺ എടുക്കാൻ ഭയങ്കര മടിയാണ്. ഫോൺ ഇങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അതിനെ കണ്ടുകൊണ്ടിരിക്കും. മോശമാണ്. ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ കമൻറ്റ് സെക്ഷനിൽ തെറി പറയാൻ ഒരു കുഴപ്പമില്ല. എനിക്കറിയാം അത് നല്ല ഹാബിറ്റ് അല്ല. ബിക്കോസ് അവരെന്തെങ്കിലും എമർജൻസി ആയിട്ട് വിളിക്കുമായിരിക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും നമ്മളുള്ള കെയർ കൊണ്ട് വിളിക്കുന്നതായിരിക്കും. എനിക്കിതെല്ലാം മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ചില ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഡിഫക്റ്റ് ഉണ്ടാവും. അത് തന്നെയാണ് എനിക്കും കുറച്ച് നാളുകളായിട്ട് എന്തൊക്കെയൊക്കെ ഡിഫക്റ്റുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാറില്ല. എനിക്ക് നല്ല ഗിൽട്ട് ഉണ്ട്, പക്ഷേ ഫോൺ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ആയിരുന്നു. പക്ഷേ ഈ ഒരു ചലഞ്ച് എടുത്തതോടുകൂടി എനിക്ക് എന്നാ നിർത്തില്ല, മാനസാന്തരം വന്നതുപോലെയാന്ന് തോന്നുന്നു. എനിക്ക് തിരിച്ചൊക്കെ വിളിച്ചാലോ എന്നൊക്കെ ഒരു തോട്ടൊക്കെയായി. മനസ്സിലായോ? അവരെ വിളിച്ചിരുന്നാലോ, കുറച്ച് നേരം ഫ്രണ്ട്സിനെ വിളിച്ചാലോ, എന്നെ വിളിച്ചവരൊക്കെ ഒന്ന് തിരിച്ച് വിളിച്ച് കുറച്ച് നേരം സംസാരിച്ചാലോ, അങ്ങനെയൊക്കെ തോന്നി. നല്ലൊരു കാര്യമാണ്. എനിക്കത് ഇനിയും കീപ്പ് ചെയ്ത് പോകണമെന്നുണ്ട് ഇനി മുമ്പോട്ടും. അല്ലാണ്ട് ഈ ചലഞ്ച് കഴിഞ്ഞ് അതേപോലെ ഉപേക്ഷിക്കുകയല്ല, ഇത് മുമ്പോട്ടും എനിക്കിനി കൊണ്ടുവരണമെന്നുണ്ട്. ഞാൻ എടുത്ത സ്റ്റെപ്പാണ് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ, എന്നെ വിളിച്ചവരൊക്കെ ഞാൻ തിരിച്ച് വിളിച്ച് കുറച്ച് നേരം അവരുടെ കൂടെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു. നല്ല ഡീപ്പ് കോൺവെർസേഷൻസ് ഒക്കെ ആയിട്ട്. അത് നല്ല രസമായിരുന്നു ആക്ച്വലി. കുറേ നാളുകൾക്ക് ശേഷം ഒരു നല്ല റിഫ്രഷ്മെൻറ്റ് പോലെയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിച്ചാലും അല്ലെങ്കിൽ ഏകാന്തവാസം ജീവിച്ചാലും നമ്മൾ ഹ്യൂമൻസ് ആണ്. അപ്പം നമുക്ക് റിയൽ കണക്ഷൻസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ഹാപ്പിനെസ്സിനാണേലും എല്ലാ രീതിയിലും മനുഷ്യരുമായിട്ട് കൂട്ടുകൂടുക അല്ലെങ്കിൽ സോഷ്യലൈസ് ചെയ്യുക, അത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. പിന്നെ ഒരു ബെനിഫിറ്റാണ് ഫോക്കസ് അല്ലെങ്കിൽ അറ്റൻഷൻ സ്പാൻ കൂട്ടിക്കിട്ടുക എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്ര പേർക്കുണ്ട് ഒരു ഫുൾ ലെങ്തി ഒരു 1 hour വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ വരെ സ്കിപ്പ് ചെയ്യാണ്ട് ഓടിച്ച് വിടാണ്ട് കാണാൻ പറ്റുന്ന എത്ര പേരുണ്ട്? വളരെ കുറവാണ്. ബിക്കോസ് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ എത്ര സെക്കൻഡ് റീലാണല്ലേ, ഇതിങ്ങനെ സെക്കൻഡ് റീൽ കണ്ട് നമുക്ക് വലിയത് കാണാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലായി. മനസ്സിലായോ? ഒരു ലെങ്തി വീഡിയോസ് കാണാൻ താല്പര്യമില്ല നമുക്ക്. ബിക്കോസ് നമുക്ക് ഷോർട്ട് റീൽസ് കണ്ടാണ് നമ്മൾ അഡിക്റ്റഡ് ആയത്. അപ്പം അത്ര ലെങ്ത് കാണാനുള്ള ഒരു ക്ഷമ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. ഇല്ല, പലർക്കും ഇല്ല. ഈവൻ എനിക്ക് പോലും അത് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോഴാണ് ഞാനൊരു ചലഞ്ച് എടുത്തത്. കാരണം കുറച്ച് നാളായിട്ട് പണ്ടൊക്കെ ഞാനൊരു വീഡിയോ ഫുള്ള് വരെ കാണും. ഇപ്പോൾ ഓടിച്ച് വിടുക, സ്പീഡിൽ വിടുക. ഞാൻ ഇപ്പം ചെയ്യുന്നൊരു കാര്യം, ഓടിച്ച് വിട്ടില്ലെങ്കിൽ സ്പീഡിൽ വിടും, സ്പീഡ് കൂട്ടി വിടും. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ ഒരു നല്ല ക്ഷമയോടെ കണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു എന്ത് ബോറിങ് വീഡിയോ ആണെങ്കിലും ഞാൻ എൻ്റെ വരെ നല്ല ക്ഷമയോടെ കാണുന്ന ഒരാളായിരുന്നു. അതെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തിരിച്ച് പിടിക്കാൻ പറ്റിയൊരു ചലഞ്ചാണ് കേട്ടോ ഇത്. നമുക്ക് നമ്മുടെ ആ പഴയ ഫോക്കസും പ്രൊഡക്ടിവിറ്റിയും അറ്റൻഷൻ സ്പാനും ഒക്കെ മെമ്മറിയും ഒക്കെ തിരിച്ച് കിട്ടും. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റും. കോൺസെൻട്രേഷൻ ഇല്ലല്ലോ, എല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആണ് ഇരുന്നത്. കാരണം അത്ര നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കണ്ടൻസാണ് നമ്മൾ കൺസ്യൂം ചെയ്ത് കൂട്ടുന്നത് ഓരോ ദിവസവും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രമാത്രം നമ്മുടെ തലയിൽ കയറ്റേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും നിങ്ങൾ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യണം, അത് നിർബന്ധമാണ്, അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. നമ്മളായിട്ട് ചെയ്യുന്നതല്ലേ. ഇതിങ്ങനെ ഓവർലോഡഡ് ആയിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി ഉണ്ടല്ലോ, അത് ഓവർലോഡഡ് ആയിക്കൊണ്ടിരിക്കുക നിങ്ങൾ കണ്ടൻസ് കൊടുത്ത്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് കുറേ തകരാറുണ്ടാക്കി തരും. അതാണിതൊക്കെ. നമുക്ക് ഈ ഫോക്കസ് ഇല്ലായ്മ, പല സ്റ്റുഡൻസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു റിലേറ്റഡ് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിനകത്ത് പറഞ്ഞിട്ട് ഫോക്കസിനെ പറ്റി വീഡിയോ ചെയ്യുന്നത്. ഈ ഫോക്കസ് പോയതിൻ്റെയും മെയിൻ കാരണം ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഓവർ കൺസംഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചലഞ്ച് സ്റ്റുഡൻസിനെ എടുക്കാം, എന്താ പറയുക, ആർക്കും എടുക്കാം. ഞാൻ എൻ്റെ അമ്മയോട് എപ്പോഴും പറയും എടുക്കാൻ, പക്ഷെ കേൾക്കത്തില്ല. അമ്മ ഇത് തന്നെയാണ് പണി. TV ഓണാക്കി വെച്ചിട്ട് ഫോണിൽ സ്ക്രോൾ ചെയ്യും. ഞാൻ കുറേ നാളായിട്ട് കാണുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യരുത്, പണി കിട്ടും എന്നുള്ളത്. അതുകൊണ്ട് നല്ല മെമ്മറി ഇഷ്യൂസ് ഉണ്ട് അമ്മയ്ക്ക്, പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പറയുക, ഇത് നല്ല കേടാണ് നമ്മുടെ തലയ്ക്കും മൈൻഡിനും എല്ലാം കേടാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമുക്ക് ഈ ചലഞ്ചിനിടയിൽ ഞാൻ ചെയ്തൊരു കാര്യമാണ് ജേർണലിങ്. അപ്പോൾ ഫസ്റ്റ് ഡേ എനിക്കെങ്ങനെ ഉണ്ടായിരുന്നു, സെക്കൻഡ് ഡേ എനിക്കെങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ ഫുള്ളും എഴുതി വയ്ക്കും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവും എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ ഓക്കെ ആയിരുന്നു, എനിക്കെങ്ങനെ ഉണ്ടായിരുന്നു, ചലഞ്ച് വർക്കൗട്ട് ആയോ, പിന്നെ എന്തൊക്കെയാണ് എന്നെ മറ്റേ ടെൻഡൻസി. എനിക്ക് ഇതിനിടയ്ക്കും എന്നെ ഭയങ്കര ഒരു ടെംപ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ സൈഡിൽ കൂടെ പോയി നോക്കും, യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്ത് കളഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ
പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഫോണിൽ കിടക്കുന്ന സാധനമാണ്, നമുക്ക് കളയാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ അതുകൊണ്ട് ഒളിപ്പിച്ചിട്ട് ഞാൻ കുറേ എണ്ണത്തിന് കൂടെ ഒളിപ്പിച്ചിട്ട് എന്നിട്ട് ഞാനത് പിന്നെ അവിടെ തപ്പി ചെല്ലുവാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹോബിയായി മാറി. നമ്മൾ ഈ നമ്മുടെ കൈ ഇങ്ങനെ അറിയാണ്ട് പോകുന്നു, ചെന്ന് ചെന്ന് ഇങ്ങനെ പതുക്കെ പോയി ആപ്പെ പോയി തോണ്ടും. അതൊരു ഹോബിയായി മാറി. അത് പെട്ടെന്ന് അത് മാറ്റുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. നമ്മൾ ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഫോൺ അഡിക്റ്റഡ് ആയി കഴിയുമ്പോൾ. അതിൽ നിന്ന് മാറാൻ നമ്മൾ നോക്കുമ്പോൾ വിഡ്രോവൽ സിംറ്റം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ക്ഷീണം, ബുദ്ധിമുട്ട് എല്ലാം തോന്നും, എല്ലാം തോന്നും. അത് നാച്ചുറലാണ്, അതിലൊന്നും ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങളിത് ഏറ്റെടുത്ത ചലഞ്ച് 1 to 7 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. പിന്നെ ഈ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഇതുണ്ടായിരിക്കും, ഇത് 1 to 7 ദിവസം എടുത്തു, കഴിഞ്ഞു, രക്ഷപ്പെട്ടു, ഇനി ഫോണെ തോണ്ട. അങ്ങനെയല്ല. നിങ്ങൾ ഈ ചലഞ്ച് എടുക്കുമ്പോഴും എടുത്തു കഴിഞ്ഞിട്ടും നിങ്ങൾ തോണ്ടരുതെന്നല്ല, പക്ഷെ റെസ്ട്രിക്ഷൻസ് വെക്കുക, ലിമിറ്റ് ചെയ്യുക. എന്നാലേ നമ്മളെടുത്ത ആ ഒരു ചലഞ്ചിന് എന്തെങ്കിലും ഒരു ബലം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൂടെ കല ഉടക്കില്ല അവസാനം വിഷു. ഇത്രയും ദിവസം ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് പിന്നെയും പഴയ പോലെ അഡിക്റ്റ് ആവാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ചലഞ്ച് എടുക്കുന്നത്? ഇതൊരു ലോങ് ടൈമിലൂടെ നമ്മൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്താ പറയുക, കോൺഷ്യസ് എഫേർട്ട് എടുത്ത് നമ്മൾ ലിമിറ്റ് ചെയ്യണം. എന്നാലും അതിനുള്ളൊരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ റെഡി ആയിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. നമുക്ക് നോക്കാം എത്ര പേര് ഈ ചലഞ്ച് എടുക്കും, എത്ര പേര് ഇത് സ്കിപ്പ് ചെയ്ത് കളയുന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.